നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു സ്പാനിഷ് ഓംലെറ്റ് ആണ്. സ്പാനിഷ് ഓംലെറ്റ് കഴിക്കാൻ നമുക്ക് സ്പെയിനിൽ പോകേണ്ടതൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ സ്വന്തം അടുക്കളയിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓംലെറ്റാണിത്. വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണിത്. ഒരു 3 പേർക്ക് സുഖമായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് പോയി കിട്ടും. സമയമില്ലാത്ത ടൈമിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ വന്ന് അറിയിക്കാനും മറക്കരുത്. ഇനി എങ്ങനെയാണ് സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, ഒരു സവാള, ഒരു 3 ഗ്രീൻ ചില്ലി. ഈ സവാള ഞാൻ നല്ലതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇത് ഒരു പിടി മല്ലിയില, അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായ മുട്ടയാണ് വേണ്ടത്. ഞാനൊരു 3 മുട്ടയാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. നേരത്തെ കാണിച്ച ഉരുളൻകിഴങ്ങ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണിത്. ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലി. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഏത് ഓയിലായാലും മതി. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. ഒരുപാടങ്ങ് ബ്രൗൺ കളറോ ഒന്നും ആക്കണ്ട. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പച്ചമുളകും ചേർക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ ഉപ്പ് മതിയാവും. അതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊട്ടറ്റോയും ഉള്ളിയും ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വേറെ വെള്ളമൊന്നും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. പൊട്ടറ്റോ മിക്സ് കുക്കാവുന്ന ടൈം കൊണ്ട് നമുക്കൊരു ബൗളിലേക്ക് നമ്മുടെ എഗ്ഗ് ഒന്ന് ക്രാക്ക് ചെയ്തിടാം. ഒരു 3 മുട്ടയാണ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്തേക്കുന്നത്. നല്ലതുപോലെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്ക് നല്ലതുപോലെ അതൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. നമുക്ക് പൊട്ടറ്റോ കുക്കായോ എന്ന് നോക്കാം. പൊട്ടറ്റോ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഞാനൊരെണ്ണം എടുത്ത് കഴിച്ച് നോക്കിയിരുന്നു. ഇച്ചിരി കൂടി തീ കൂട്ടി വെച്ചിട്ട് അതിൻ്റെ അകത്ത് വല്ല വെള്ളമയം ഉണ്ടെങ്കിൽ അതങ്ങ് പോകാൻ വേണ്ടി നമുക്കൊന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് അടിച്ച് പതപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുകയുള്ളൂ. നമ്മുടെ പൊട്ടറ്റോ മിക്സ് തണുത്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നീട് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം പൊട്ടറ്റോ മിക്സിൽ ഉപ്പ് ചേർത്തിരുന്നു, അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം നമ്മുടെ പൊട്ടറ്റോയും എഗ്ഗും കൂടെയുള്ള ആ മിക്സർ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ വളരെ കുറച്ചായിരിക്കണം വേണ്ടത്. കാരണം തീ മീഡിയം തീയിലൊക്കെ ഇട്ടാൽ പെട്ടെന്നൊരു ഭാഗം അങ്ങ് കരിഞ്ഞ പോലെ ആവും. അതുകൊണ്ട് വളരെ സ്ലോ തീയിലിട്ടിട്ടേ നമ്മളിത് കുക്ക് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. നമ്മുടെ ഈ എഗ്ഗ് ഒരു സൈഡ് കുക്കായി വരാൻ ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ നമുക്ക് സമയമെടുക്കും. അതുകൊണ്ട് ക്ഷമയോടെ നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ മുട്ട റെഡി ആയിട്ടുണ്ട്. സൈഡൊക്കെ ചെറുതായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് സാധാരണ ഒരു ചട്ടുകം യൂസ് ചെയ്ത് തിരിച്ചിടാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ ഇത് ഒടിഞ്ഞു പോകും. ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു പാത്രം നമ്മുടെ പാനിൻ്റെ മുകളിലേക്ക് കമഴ്ത്തി വെച്ചു. അതിനുശേഷം പാൻ ഒന്ന് തിരിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് ഇങ്ങനെ നമ്മുടെ പാത്രത്തിലേക്ക് വരും. അതിനുശേഷം ചീനച്ചട്ടിയിലേക്ക് തിരിച്ച് നമ്മുടെ ഓംലെറ്റിനെ നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ ഓംലെറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓംലെറ്റിൻ്റെ ഒരു സൈഡും കൂടെ കുക്ക് ചെയ്ത് എടുക്കാനുണ്ട്. ഒരു 3-4 മിനിറ്റ് ചെറിയ തീയിൽ തന്നെ വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ ഓംലെറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, ഒരു ചട്ടിപ്പത്തിരി പോലെയൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാനും, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. അങ്ങനെ നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുക എന്നൊരു ഡ്യൂട്ടി മാത്രമേ ഇനി ബാലൻസ് ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.